നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ല, എവിടെ വെച്ച് കെട്ടുനിറക്കാനാ ശരത് മോന്റെ ഉദ്ദേശം? അമ്പലത്തിൽ വെച്ച് ഗുരുസ്വാമിയായിട്ട് ഞാൻ. അത് നന്നായി. എല്ലാ കാര്യത്തിലും ചിറ്റപ്പൻ ഗുരുസ്ഥാനീയനാകുന്നത് എന്തുകൊണ്ടെന്ന് നല്ലതാ. പ്രത്യേകിച്ചും ശരത് മോനെ പോലെ ഒരു വിദ്യാർത്ഥിക്ക് പെട്ടെന്ന് ഉന്നതിയിലെത്താൻ പറ്റും. മനോഹരേട്ടാ, ഓ, മലയിറങ്ങി വന്നാൽ ഉടനെ കൊച്ചുങ്ങളുടെ കല്യാണമാണല്ലോ. അതിനു മുമ്പേ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടണ്ടേ? ഇനി എന്ത് കാര്യത്തിനാ മനോഹരന് ഉത്തരം വേണ്ടത്? എന്നതാ മനോഹര നീ പറയുന്നേ? ആ പിഴച്ച പെണ്ണ് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയതിന് ഇപ്പോഴും നീ അത് മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുവാണോ? നിനക്ക് നാണമില്ലേ മനോഹര ഇതും പറഞ്ഞോണ്ട് നടക്കാൻ? എടാ, കണ്ടാ കൊള്ളാവുന്ന ആമ്പിള്ളേരെ പറ്റി ഏഷണിക്കാര് അങ്ങനെ പല അപവാദവും അപഖ്യാതിയും പറയും. അതാ അവരുടെ ജോലി. നിന്റെ നിത്യമോക്കില്ലാത്ത സംശയം നിനക്കെന്തിനാ? നിത്യമോക്കില്ലാത്ത ഒരെണ്ണം എനിക്കുണ്ട്, തലച്ചോറ്. അതുകൊണ്ടാ സംശയം. അതുകൊണ്ട് ഞാനത് കണ്ടുപിടിച്ചോളാം. കേട്ടത് അപഖ്യാതിയാണോ സത്യമാണോ? എന്തു വന്നാലും കെട്ടുനിറയോടനുബന്ധിച്ച് ഇവിടെ ഒരു പൂജ നടത്തിയാ കൊള്ളാവുന്നുണ്ട്. ഓ, എന്റെ പൊന്ന് ചിറ്റപ്പ, എന്തിനാ? ഓ, അല്ലാതെ തന്നെ ഈ വീട്ടിനകത്തൊരു ഹോമകുണ്ടം കത്തിക്കൊണ്ടിരിക്കുക. ഇനി അതിന്റെ അകത്ത് ചിറ്റപ്പന്റെ വകയായിട്ട് കുറച്ച് തെള്ളിപ്പൊടിയും കൂടെ വാരിയിടാത്ത കുഴപ്പമുള്ളൂ. ഒരു ഗണപതി ഹോമവും ഭഗവതി സേവയും. അതൊക്കെ നമുക്ക് അമ്പലത്തിൽ ചെയ്യാം. അവിടെയാണല്ലോ ഏതായാലും ശരത്തുമൻ കെട്ടു നിറയ്ക്കുന്നത്. ഞാൻ പറയുന്ന മറ്റൊന്നും കൊണ്ടല്ല. മനുഷ്യന്റെ മനസ്സിവിടെ ശബരിമലയിലെ ആഴി പോലെ എരിഞ്ഞോണ്ടിരിക്കുക. ആദ്യം അതൊന്ന് തണുക്കട്ടെ. മനസ്സ് തണുത്ത് കഴിഞ്ഞിട്ടല്ലേ മറ്റു കാര്യങ്ങൾ. ഉള്ള ഐശ്വര്യം മിച്ചം പിടിച്ചിട്ട് ഭാവിയിൽ വരാൻ പോകുന്ന ഐശ്വര്യത്തെപ്പറ്റി ചിന്തിക്കുന്നതായിരിക്കും നല്ലത്.